നീയാണോ വാവാച്ചി പെണ്ണെ നിന്റെ പപ്പയെ മാറ്റിയത് എന്ന് പറഞ്ഞ് കുഞ്ഞിപ്പെണ്ണിനെയും എടുത്ത് ജാൻവി നടന്നു. കാറിന്റെ ബാക്ക് സീറ്റ് തുറന്ന് അകത്ത് കയറാൻ പോയ ജാൻവിയെ ആരവ് ചറഞ്ഞു നോക്കി. അത് കണ്ട് ജാൻവി മൈൻഡ് ചെയ്യാതെ ബാക്ക് സീറ്റിൽ തന്നെ കയറിയിരിക്കാനായിപ്പോയി. അപ്പോൾ തന്നെ ആരവ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ചാടി ഇറങ്ങി ജാൻവി ഇരിക്കുന്ന സീറ്റിന്റെ അരികിലേക്ക് നടന്ന് ഡോറ് തുറന്ന് അപ്പൂസിനെ അവളുടെ മടിയിൽ എടുത്തിട്ട് അവളെയും വലിച്ച് ഫ്രണ്ട് സീറ്റിൽ കൊണ്ടിരുത്തി രണ്ടു മക്കളെയും അവളുടെ മടിയിൽ വെച്ച് കൊടുത്ത് ഡോറടച്ചു. ആഹാ, നിനക്ക് അത്രയ്ക്കാവുന്നവരോ എന്ന് ദേഷ്യത്തോടെയല്ല പരിഭവത്തോടെ പറയുന്ന ആരവിനെ കണ്ട് ജാൻവിക്ക് എന്തു പറയണമെന്നറിയാതെ പോയി. യാത്രയിലുടനീളം പഴയ ആരവിനെ ഓർക്കുകയായിരുന്നു ജാൻവി. അന്നുള്ള ആരവിൽ നിന്നും ഇന്നത്തെ ആരവ് എത്രയോ അകലെയാണ്. ആരും സ്വന്തമായി ഇല്ലാത്തതിനാലാവും അന്നൊന്നും ഈ കുശുമ്പും ദേഷ്യവും പരിഭവവും ഇല്ലാതെ ഇരുന്നത്. ഇന്ന് സ്വന്തമായി എല്ലാവരെയും കിട്ടിയതാവാം ഈ വികാരങ്ങളൊക്കെ പുറത്തു വന്നു തുടങ്ങിയത്. സ്വന്തമെന്ന് തോന്നുന്നതിനോടല്ലേ നമ്മൾ കുശുമ്പും വാശിയും ഒക്കെ കാണിക്കുന്നത്. അന്നേ ഞാൻ സ്വന്തമായിരുന്നില്ലേ, പിന്നെ എന്തിനാ എന്നിൽ നിന്നും അകന്നു പോയത്? ജാൻവി തന്റെ ലോകത്തായിരുന്നു. ബീച്ചെത്തിയതും വണ്ടി നിർത്തിയതും ഒന്നും അവൾ അറിഞ്ഞില്ല. ആരവ് തന്റെ സീറ്റിൽ നിന്നും ഇറങ്ങി വന്ന് കോഡ്രൈവർ സീറ്റിൽ നിന്നും കണ്ണനെയും അപ്പൂസിനെയും എടുത്ത് മാറ്റിയതൊന്നും ജാൻവി അറിഞ്ഞില്ല. ആരവ് കൈഞ്ഞൊടിക്കുന്ന സൗണ്ട് കേട്ടാണ് ജാൻവി ഞെട്ടിയുണർന്നത്. ആരവിനെ അടുത്ത് കണ്ട ജാൻവി ആദ്യമൊന്ന് പതറിയെങ്കിലും പെട്ടെന്ന് തന്നെ ഗൗരവത്തിലായി. എന്നിട്ട് ചോദിച്ചു, എന്തു വേണം? എനിക്കൊന്നും വേണ്ട, നിനക്ക് വലുത് തരണമെന്നുണ്ടെങ്കിൽ തന്നോ, എനിക്ക് വിരോധമൊന്നുമില്ല എന്നും പറഞ്ഞ് ആരവിന്റെ മുഖത്ത് ഒരു കുസൃതി ചിരി വിരിഞ്ഞു. ഇതെല്ലാം കേട്ട് എങ്ങോട്ടിറങ്ങി ഓടുമെന്ന അവസ്ഥയിലാണ് ജാൻവി. ദൈവമേ, എന്തൊരു ഡീസന്റ് ആയിരുന്ന മനുഷ്യനായിരുന്നു. ഇപ്പൊ പറയുന്ന കേട്ടില്ലേ, എനിക്ക് ആടുമാറി പോയിട്ടൊന്നുമില്ലല്ലോ, ജാൻവി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആരവിലെ ചൂഴ്ന്നു നോക്കി. മതി ജാൻവി പെണ്ണെ ചിന്തിച്ചു കൂട്ടിയത്. ഇനി ഈ കടല് നോക്കി ആലോചിക്കാം കേട്ടോ. അപ്പോഴാണ് ബീച്ചെത്തിയെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ നോക്കുമ്പോൾ ദേ രണ്ടെണ്ണം കൂടി കടൽ മണ്ണിൽ കളിക്കുകയാണ്. ജാൻവി ഒന്നും പറയാതെ ആരവിനെ മറികടന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങി മക്കളുടെ അടുക്കിലേക്ക് നടന്നു. ആരവ് ഡോറടച്ച് അവരുടെ അടുക്കിലേക്ക് നടന്നു. കുഞ്ഞൂസ് രണ്ടും വലിയ കാര്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് വീടൊക്കെ ഉണ്ടാക്കുകയാണ്. ആരവും അവരുടെ കൂടെ വീടുണ്ടാക്കാൻ തുടങ്ങി. തനിക്ക് അന്യമായ കുട്ടിക്കാലവും കളിയും ചിരിയും ഒക്കെ ആരവ് തന്റെ മക്കളുടെ കൂടെ കൂടി ബാല്യം ആഘോഷിക്കുന്ന തിരക്കിലായിരുന്നു. ആ കാഴ്ച കണ്ട് ജാൻവിക്ക് ആരവിനോട് വല്ലാതെ വാത്സല്യം തോന്നി. അവൾ കുറച്ചുനേരം അവരുടെ 3 പേരുടെയും കളികൾ നോക്കി നിന്നിട്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കടലിനെ പുണരുന്ന സൂര്യനെ കാണാനായി കുറച്ചു മാറിപ്പോയി കടലിനെ നോക്കി നിന്നു. ഇത്രയും നാളും ഈ കാഴ്ച ഉള്ളിലെ സങ്കടം ഓർമ്മിപ്പിച്ചെങ്കിൽ ഇപ്പോൾ മനസ്സ് നിറയെ സന്തോഷമാണ്. തന്റെ ജാൻവിക്ക് തോന്നി തന്റെ സൂര്യനും തന്റെ തൊട്ടടുത്തുണ്ട് എന്ന ചിന്ത അവളുടെ ഉള്ളിൽ സന്തോഷം നിറച്ചു. പെട്ടെന്ന് തന്റെ കയ്യിൽ ആരോ മുറുക്ക പിടിച്ചിരിക്കുന്നത് പോലെ തോന്നി. ജാൻവി തലചിരിച്ചു നോക്കുമ്പോൾ അതാ തന്റെ സൂര്യൻ തന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. പുള്ളിയുടെ ദൃഷ്ടി വേറെ എവിടോട്ടുമാണെന്ന് കണ്ടു നോക്കുമ്പോൾ താൻ നിന്നതിന് കുറച്ചു മാറി ഒരാൾ തന്നെ നോക്കി നിൽക്കുന്നു. അയാളെയാണ് ആരവേട്ടൻ സൂക്ഷിച്ചു നോക്കുന്നതെന്നറിവ് ജാൻവിയുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാതെ സന്തോഷം നിറച്ചു. കൂടാതെ അവളെ വലിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ അവളെ നോക്കി പേടിപ്പിക്കാനും ആരവ് മറന്നില്ല. നീ എന്തിനടി എന്നെയും മക്കളെയും ഒറ്റയ്ക്കാക്കി അങ്ങോട്ട് പോയതെന്ന് ആരവിന്റെ ചോദ്യം ജാൻവിക്ക് ചിരിയാണ് ഉണ്ടാക്കിയതെങ്കിലും ഇപ്പോൾ ചിരിച്ചാൽ ശരിയാകില്ല എന്ന ഉറപ്പ് ജാൻവിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ജാൻവി ചിരിച്ചില്ല. നിങ്ങളെങ്ങനെ ഒറ്റയ്ക്കാവുന്നേ? നിങ്ങൾ 3 പേരില്ലേ? ഞാനല്ലേ ഒറ്റയ്ക്കായി പോയത്. അത് തന്നെയാ ചോദിച്ചത്. എന്തിനാ അവിടെ ഒറ്റയ്ക്ക് പോയി നിന്നത്? നോക്കിക്കേ ജാൻവി പെണ്ണെ, നീ എന്റെയാ, എന്റെ മാത്രം, പിന്നെ എന്റെ മക്കളുടേന്നു. ഇത് വേറെ ആരും എന്റെ പെണ്ണെ നോക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലെ കുശുമ്പോടെ പറയുന്ന ആരവിനെ കണ്ട് കൂടുതൽ ഇഷ്ടം തോന്നിയെങ്കിലും ഒന്നും പറയാതെ അവന്റെ കൈപിടിയിച്ച് മക്കളുടെ കൂടെ പോയിരുന്നു ജാൻവി. ഇത്രയും സിന്ദൂരു എന്റെ താലിയും അവളുടെ ദേഹത്ത് കിടന്നിട്ടും എന്റെ പെണ്ണെ നോക്കാനും ഇത്രയും ധൈര്യവും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അയാളെ ചറഞ്ഞു നോക്കുന്ന ആരവിലായിരുന്നു ഇപ്പോഴും ജാൻവിയുടെ ശ്രദ്ധ. ജാൻവി നോക്കി കാണുകയായിരുന്നു. ഒരു വികാരവുമില്ലാതെ നടന്ന മനുഷ്യനിൽ ഇപ്പോൾ ഇല്ലാത്ത വികാരങ്ങൾ ഒന്നുമില്ല. പ്രണയം എന്ന സംഭവത്തിന് ഇത്രയും പവറോ? എന്റെ വാവാച്ചിയല്ലേ, ഇതും കൂടി കഴിക്ക. ആഹാ എന്നും പറഞ്ഞ് അപ്പൂസിനെ ആഹാരം കഴിപ്പിക്കാൻ പാടുപെടുകയാണ് ജാൻവി. കണ്ണന്
ആദ്യം തന്നെ കൊടുത്ത ആഹാരമെല്ലാം കഴിച്ചിട്ട് അടുത്ത ഉരുളയ്ക്ക് കാത്തിരിക്കുകയാണ് അവൻ. രണ്ടു മക്കൾക്കും മാറി മാറി വാരിക്കൊടുക്കുകയാണ് ജാൻവി. ഇന്ന് രണ്ടുപേർക്കും നിർബന്ധം, അമ്മ തന്നെ രണ്ടുപേർക്കും വാരിക്കൊടുക്കണമെന്ന്. അതുകൊണ്ട് പപ്പ ഔട്ട്. മക്കൾ രണ്ടും അമ്മയുടെ സൈഡാണെന്നും പറഞ്ഞ് ചവിട്ടിത്തുള്ളി അകത്ത് കയറിപ്പോയി ആരവ്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് സിദ്ധുവിനോട് സംസാരിക്കാൻ എന്ന വ്യാജേന താഴേക്കിറങ്ങി വരും. എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് നോട്ടം മൊത്തം അമ്മയുടെയും മക്കളുടെയും അടുത്താണ്. ജാൻവി എന്ന അമ്മ തന്റെ രണ്ടു മക്കളെയും ഒരേപോലെ ഊട്ടുന്നത് കണ്ട് ആരവിന് തന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. തനിക്ക് ഇതുപോലെ ആരും ഊട്ടിത്തന്നില്ലല്ലോ, ഞാനും അന്ന് കുഞ്ഞല്ലായിരുന്നു. എന്നോടെന്താ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ തോന്നാതിരുന്നത്? ഞാനും ഒത്തിരി ആഗ്രഹിച്ചില്ലേ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഒരു ഉരുള കഴിക്കാൻ. ദുഷ്ടയാണവർ. അവരെ പോലെ നീചയായ സ്ത്രീ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഇനി അവരെ എൻ്റെ മുൻപിൽ ഒരിക്കലും കൊണ്ടുവരരുതേ. ചിന്തകളിൽ ഉഴറവെ ആരവിന്റെ കണ്ണുകളിലെ നീർത്തിളക്കം തളം കെട്ടി. അത് കൃത്യമായി തന്നെ മക്കളെയും കൊണ്ട് കഴിപ്പിച്ചു കഴിഞ്ഞ് അകത്ത് കയറിയ ജാൻവി കാണുകയും ചെയ്തു. അവളുടെ ഹൃദയം ഒരു നിമിഷം വേദനിച്ചു. പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല. അവൾ മക്കളെയും കൊണ്ട് വായ കഴിയിപ്പിച്ച് മുറിയിൽ കൊണ്ടുപോയി ഉറക്കാൻ കിടത്തി. വൈകിട്ട് കടലിൽ കിടന്ന് ഒത്തിരി കളിച്ചതുകൊണ്ടാവും മക്കൾ രണ്ടാളും കിടന്നപ്പോഴേ ഉറങ്ങി. ജാൻവിക്ക് അപ്പോഴും ആരവിന്റെ കണ്ണുകളിലെ വേദനയായിരുന്നു മനസ്സിൽ. അവൾ ഓരോന്നോർത്ത് മക്കളെ ചേർത്ത് പിടിച്ച് അരികിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റെപ്പ് കയറി മുറിയിലേക്ക് വരുന്ന ശബ്ദം കേട്ടപ്പോഴേ ജാൻവിക്ക് മനസ്സിലായി ആരവ് വരുന്നതാണെന്ന്. അവൾ പെട്ടെന്ന് തന്നെ കണ്ണടച്ചു. ഉറങ്ങുന്നത് പോലെ കിടന്നു. ആരവ് മുറിയിലേക്ക് കയറി വന്ന് വാതിൽ കുറ്റിയിട്ട് കട്ടിലിനരികിലേക്ക് നടന്നുകൊണ്ട് ജാൻവിയുടെ അരികിൽ പോയിരുന്ന് തന്റെ അവകാശികളെ ഉറ്റുനോക്കി. ആഹാ, അമ്മയും മക്കളും ഉറങ്ങിയോ? എന്തായാലും എൻ്റെ മക്കൾ ഭാഗ്യമുള്ളവരാ. അവരും മാത്രമല്ല ഞാനും. എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന, അവരെ വാത്സല്യത്തോടെ ഊട്ടുന്ന, പാട്ടുപാടി ഉറക്കുന്ന നല്ലൊരമ്മയാണ് അവർക്ക് കിട്ടിയത്. എന്നെപ്പോലെ നിർഭാഗ്യന്മാരല്ലല്ലോ എൻ്റെ മക്കൾ. ആ സന്തോഷം മതി എനിക്കും എൻ്റെ വേദന മറക്കാൻ. എൻ്റെ ജാൻവിപ്പെണ്ണ് ബെസ്റ്റാണ്. എനിക്ക് എൻ്റെ ജാൻവിപ്പെണ്ണിനോട് ഓരോ ദിവസം കഴിയും തോറും പ്രണയം കൂടിക്കൂടി വരിക. എത്രയും പെട്ടെന്ന് എൻ്റെ പിണക്കമൊക്കെ മാറ്റണേ പെണ്ണെ. എനിക്ക് ഇനിയും അധികം നാൾ ഞാൻ നീറി കഴിയാൻ വയ്യ. ശരിയാ, ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കു പെണ്ണെ. ഞാൻ എന്ത് ചെയ്താലാ നിന്റെ പിണക്കം മാറുക? എനിക്കറിയാം നിനക്കിപ്പോഴും എന്നോട് പ്രണയമാണ്. അല്ല, എന്നോട് മാത്രമേ നിനക്ക് പ്രണയമുള്ളൂ. ഞാൻ നിന്നെ ഒരിക്കലും ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും തള്ളിക്കളയില്ല. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇനി എത്ര ജന്മങ്ങൾ ഈ ആരവ് ജനിച്ചാലും ആ ജന്മങ്ങളിലെല്ലാം എനിക്ക് ഒരേ ഒരു അവകാശമേ ഉള്ളൂ, എൻ്റെ ജാൻവി പെണ്ണ്. ഇതെല്ലാം പറയുന്നതോടൊപ്പം ആരവ് ജാൻവിയുടെ കൈ കൂട്ടിപ്പിടിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്നും മിഴിനീർ അവളുടെ കരത്തിൽ പതിച്ചു. ആരവിന്റെ വാക്കുകളും അവന്റെ ചുടു കണ്ണീരും ജാൻവിയെ ചുട്ടുപൊള്ളിച്ചു. എങ്കിലും ഉള്ളിൽ തന്റെ പാതിക്ക് തന്നോടുള്ള പ്രണയം അവളിലൊരു കുളിരു പോലെ തണുപ്പ് സൃഷ്ടിച്ചു. അതോടൊപ്പം അവളുടെ ഉള്ളിലും വേദന അനുഭവപ്പെട്ടു. തന്റെ അവഗണന ഇത്രത്തോളം ആരവേട്ടനെ വേദനിപ്പിച്ചു. അപ്പോ അന്ന് ആരുമില്ലാതെ, കൂടെയില്ലാതെ ഞാനും ഒത്തിരി വേദനിച്ചില്ലേ അരവേട്ട? അപ്പോ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ഇല്ല അരവേട്ട, ഇനി അധികം നാൾ നിങ്ങളോട് പരിഭവം കാട്ടാൻ എനിക്കാവില്ല. നിങ്ങളെ നോവിപ്പിക്കുമ്പോൾ നോവുന്നത് എനിക്കും കൂടിയാ. എന്തായാലും ഉടനെ തന്നെ ഞാൻ എൻ്റെ ഈ പരിഭവം എല്ലാം മാറ്റിവെച്ച് നിങ്ങളെയും എൻ്റെ മക്കളെയും പൊന്നുപോലെ സ്നേഹത്തോടെ ഊട്ടുകയും ഉറക്കുകയും ചെയ്യാട്ടോ. നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷേ കുറച്ച് ദിവസം കൂടി ക്ഷമിക്കണം. എന്നാലേ എനിക്ക് നിങ്ങളുടെ കുശുമ്പും പരിഭവവും കുറച്ചുകൂടി ആസ്വദിക്കാൻ പറ്റൂ എന്ന് ജാൻവി തൻ്റെ ഉള്ളിൽ പറഞ്ഞു. ആരവ് കുറച്ചുനേരം കൂടി ജാൻവിയുടെ അടുത്തിരുന്നിട്ട് തൻ്റെ ഉള്ളിലെ മുഴുവൻ പ്രണയവും നിറച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒരു ചുംബനവും നൽകി. മക്കൾക്കും കൂടി ഓരോ ചുംബനവും നൽകി ആരവ് ലൈറ്റും ഓഫ് ചെയ്ത് മക്കളെയും ചേർത്ത് കടന്നു. കുറെ കഴിഞ്ഞ് അനക്കമൊന്നും കേൾക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ജാൻവി കണ്ണു തുറന്ന് പതുക്കെ ആരവ് കിടക്കുന്ന സൈഡിലേക്ക് നോക്കി. ആരവ് ഉറങ്ങിയെന്ന് ഉറപ്പായ ജാൻവി തിരിഞ്ഞു കിടന്ന് ആരവിനെ തന്നെ നോക്കി. ഉറങ്ങുന്ന കണ്ണുകളുടെ ഇടയിലും നീർത്തുള്ളികൾ ഒഴുകി ചെന്നിയിൽ തങ്ങി നിൽക്കുന്നത് അവന്റെ ഉള്ളിലെ സംഘർഷം എത്രത്തോളമാണെന്ന് ജാൻവിക്ക് മനസ്സിലായി. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും അത്ര ആഗ്രഹിച്ചിരുന്നോ അരവേട്ട നിങ്ങൾ? അത്രയ്ക്ക് നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞു മനസ്സ് തേങ്ങിയോ ഒരമ്മയുടെ സ്നേഹത്തിനായി? ഇനി വൈകില്ല അരവേട്ട, നിങ്ങളും അറിയും നിങ്ങൾക്ക് ഇത്രയും കാലം അന്യമായ ഒരു മാതൃവാത്സല്യം. എൻ്റെ മനസ്സ് പറയുന്നു, ഒരു പെണ്ണിനൊരു ഭാര്യയുടെയും പ്രണയിനിയുടെയും അമ്മയുടെയും സ്നേഹം തൻ്റെ പുരുഷന് നൽകാൻ സാധിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ എന്നിലൂടെ നിങ്ങളും അറിയും ആ അനുഭവം. എന്നും എൻ്റെ ആദ്യത്തെ കുഞ്ഞ് നിങ്ങൾ തന്നെയായിരിക്കും അരവേട്ട.
അത് കഴിഞ്ഞ് നമ്മുടെ മക്കൾ പോലെ ഉണ്ടാകൂ. ചിന്തകൾക്കൊടുവിൽ എപ്പോഴോ ജാൻവിയും നിദ്ര പുൽകി. പുതിയ മനോഹരമായൊരു പ്രഭാതത്തിനായി പ്രകൃതിയും തൻ്റെ പ്രണയിതാവായ പകലിനെ കാത്തുകടന്നു. കുഞ്ഞിപ്പെണ്ണിന്റെ ശബ്ദം കേട്ടാണ് ജാൻവി ഉണരുന്നത്. അവൾ കണ്ണനെ ഉണർത്താനായി അവനെ തോണ്ടി തോണ്ടി വിളിക്കുകയാണ്. അവളുടെ കുപ്പിവള ചില്ലുപോലുള്ള ചിരിയും ബഹളവുമാണ് ജാൻവിയെ ഉണർത്തിയത്. ഉണർന്നിട്ടും എഴുന്നേൽക്കാൻ വയ്യാത്തതുപോലെ ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത്, അതായിരിക്കും ക്ഷീണം. ജാൻവി പതിയെ എഴുന്നേറ്റിരുന്നു. ചുവരിലെ ക്ലോക്കിലെ സമയം കണ്ട് ജാൻവി ഞെട്ടി. അയ്യോ, 7:15 ഇതിനെ എല്ലാം കഴിഞ്ഞ് എപ്പോൾ സ്കൂളിൽ പോകും എന്ന് പറഞ്ഞ് ജാൻവി ചാടി എഴുന്നേറ്റു. ആഹാ, ഇന്ന് നേരത്തെ എഴുന്നേറ്റ് പോയോ? സാധാരണ 7:30 കഴിയുമ്പോഴാണല്ലോ എഴുന്നേൽക്കുന്നത്. ആഹാ, വാവച്ചിയെ നീ രാവിലെ എഴുന്നേറ്റോടാ എന്ന് പറഞ്ഞ് ജാൻവി അപ്പൂസിനെ വാരിയെടുത്തു. അമ്മ വാരിയെടുത്ത സന്തോഷത്തിൽ കുഞ്ഞിപ്പെണ്ണ് കൈകൊട്ടി ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ആഹാ, വാവാച്ചിയെ ഇത് നേരത്തെയാണല്ലോ അമ്മയുടെ കുഞ്ഞിപ്പെണ്ണ്. വാവച്ചി കണ്ടോ മോളിന്റെ പപ്പയെ എന്ന് ജാൻവി ചോദിച്ചതും അപ്പൂസ് ആ മുറിയെല്ലാം ചുറ്റിനും കണ്ണോടിച്ചിട്ട് പറഞ്ഞു, ഇല്ല മോള് കണ്ടില്ല. ആണോടാ വാവേ, ഇന്നലെ നമുക്ക് ഒരുങ്ങിയാലോ, സ്കൂളിൽ പോകണ്ടേ എന്ന് ചോദിച്ചതും അതുവരെ ചിരിച്ചോണ്ടിരുന്ന കുഞ്ഞിപ്പെണ്ണ് ജാൻവിയുടെ കയ്യിൽ നിന്നും കുതറി മാറി. പണ്ട് ജാൻവിയെ കാണാനായിരുന്നല്ലോ സ്കൂളിൽ പോയിരുന്നത്. ഇപ്പോൾ അമ്മ വീട്ടിലുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് സ്കൂളിൽ പോകണ്ടല്ലോ കാണാൻ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര മടിയാണ് സ്കൂളിൽ പോവാൻ. ജാൻവി കുഞ്ഞിപ്പെണ്ണിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സ്കൂളിൽ പോയാലല്ലേ എൻ്റെ വാവച്ചി വലുതാവൂ. നോക്കിക്കേ, ദേ അമ്മയെപ്പോലെ വലുതാവണ്ടേ. ഒന്ന് ആലോചിക്കുന്നത് പോലെ ചൂണ്ടുവിരൽ താടിയിൽ തട്ടിക്കൊണ്ട് കക്ഷി വലിയ ആലോചനയിലാണ്. എന്നിട്ട് കുഞ്ഞിച്ചുണ്ട് കൂർപ്പിച്ചു നിൽക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണ്. അത് കണ്ട് ജാൻവി തന്റെ ചലനങ്ങൾ മികവോടെ ഓർത്തു. താനും ഇങ്ങനെയായിരുന്നു എന്നവൾ സന്തോഷത്തോടെ ഓർത്തു. ഇനി കളിച്ചു നിന്നാൽ സമയം പോകുമെന്നായതിനാൽ പെട്ടെന്ന് തന്നെ കണ്ണനെയും എഴുന്നേൽപ്പിച്ചു. രണ്ടുപേരെയും കുളിപ്പിച്ച് അവരെ ഒരുക്കി നിർത്തി. ജാൻവിയും റെഡിയായി താഴെ വന്നു. താഴേക്ക് പോകാനായി തിരിഞ്ഞപ്പോഴാണ് ജാൻവിയുടെ ദൃഷ്ടി മേശപ്പുറത്ത് പേപ്പർ വെയിറ്റ് ഒക്കെ വെച്ച് ഒരു പേപ്പർ ഇരിക്കുന്നത് കണ്ടത്. ജാൻവി ആ പേപ്പർ എടുത്ത് നോക്കി. ജാൻവി പെണ്ണെ, ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എമർജൻസി കോൾ വന്നു. അതുകൊണ്ട് ഞാൻ പോയിട്ട് രാത്രി വരാട്ടോ. അത്രയ്ക്ക് തിരക്കാം. പിന്നെ കുറേ കിടക്കുന്ന എൻ്റെ പെണ്ണിനെ ശല്യം ചെയ്യാതിരിക്കാനാണ് കേട്ടോ ഞാൻ വിളിച്ചുണർത്തി പറയാതിരുന്നത്. ആഹാ, കൊള്ളാലോ. എഴുത്തൊക്കെ എഴുതി വെച്ചിട്ടാണോ പോയത്? എഴുത്തിലെ വരികളിൽ ജാൻവി പെണ്ണെ എന്ന ആരവിൻ്റെ വിളി നേരിട്ട് കേട്ടതുപോലെ ജാൻവിക്ക് തോന്നി. ആ മുറി വിട്ട് താഴെ പോയിട്ടും ജാൻവിയിൽ ഒരു നറുചിരി തത്തിക്കളിച്ചു. വൈകിട്ട് മക്കളെയും കൊണ്ട് സ്കൂൾ വിട്ടു വരുമ്പോഴാണ് ആരവിൻ്റെ കാർ വീടിന് വെളിയിൽ കിടക്കുന്നത് ജാൻവി കണ്ടത്. നേരത്തെ വന്നോ? എമർജൻസി ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് രാത്രിയാകുമ്പോഴേ വരുന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ വൈകിട്ടായതല്ലോ ഉള്ളൂ. ഓ, എല്ലാ തിരക്കും നേരത്തെ കഴിഞ്ഞു കാണും. അതാവും ആരവേട്ടൻ വന്നത്. ഇന്നെന്തോ ആരവേട്ടനെയും ആ കുറുമ്പ് കാണാതെയും ഇരുന്നപ്പോൾ എന്തോ മിസ് ചെയ്യുന്നതുപോലെ. അതും ഓർത്തുകൊണ്ട് ജാൻവി മക്കളെയും കൊണ്ട് വീടിനകത്ത് കയറി. ദൈവമേ, ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കുന്നത്? ആളനൊക്കെ ഒന്നുമില്ലല്ലോ ഇവിടെ. ലൈറ്റ് ഇട്ടിട്ടില്ല മുറിയിൽ. അപ്പോൾ ആരവേട്ടൻ വന്നിട്ട് എന്തിയേ? ജാൻവിക്ക് ആകെ എന്തോ ഒരു പേടിയുള്ളിൽ ഉണ്ടായി തുടങ്ങി. അവൾ മക്കളെ രണ്ടുപേരെയും ഹാളിലെ സോഫയിലിരുത്തിയിട്ട് വീട് മുഴുവൻ ആരവിനെ നോക്കി. ഇനി മുകളിലുള്ള മുറി കൂടിയേ ഉള്ളൂ നോക്കാൻ. പകലൊന്നും അങ്ങനെ മുറിയിൽ കയറിയിരിക്കുന്ന ശീലം ആരവേട്ടനില്ലല്ലോ. ഇനി ഫ്രഷ് ആവും വല്ലതും പോയതാവും എന്ന് വിചാരിച്ച് ജാൻവി മുകളിലെ മുറിയിലേക്ക് നടന്നു. ആ മുറി തുറന്നതും ജാൻവി ആകെ വല്ലാതെയായി. മുറിയിലെ സാധനങ്ങളെല്ലാം നിലത്ത് ചിതറിക്കിടക്കുന്നു. അവൾ മുറിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് ആ മുറി മുഴുവൻ ആരവിനെ തിരഞ്ഞു. ഇല്ല, അവിടെയൊന്നും കാണുന്നില്ല. പോരാത്തതിന് ബാത്റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു. അപ്പോൾ അവിടെയും ഇല്ല. ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് ജാൻവി താഴെ ഒന്നുകൂടി നോക്കാൻ പോയതും ആ മുറി നിന്നും ഒരു തേങ്ങൽ കേട്ട് ജാൻവി തിരിഞ്ഞ് റൂമിൽ കയറി. നിലത്ത് ചിന്നിച്ചിതറി കിടക്കുന്ന സാധനങ്ങളുടെ ഇടയിലൂടെ ജാൻവി മുറിക്കുള്ളിൽ ആ തേങ്ങൽ കേട്ട് ഇടത്തേക്ക് നടന്നു. മുറിയുടെ അങ്ങേയറ്റത്ത് ഒരു മൂലയിൽ തലമുടി പിച്ചിപ്പറിച്ച് തലകുനിച്ച് കാൽമുട്ടിൽ പൂഴ്ത്തിയിരിക്കുന്ന രൂപം. അത് കണ്ട് ജാൻവിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. എന്താണെന്ന് പോലും ചിന്തിക്കാതെ അവൾ ആ രൂപത്തിനടുത്തേക്ക് പാഞ്ഞു. ആ സമയം അവളുടെ ഉള്ളിലെ പരിഭവമൊന്നും അവളെ അലട്ടിയില്ല.